ജൻസി പ്രക്ഷോഭത്തിൽ ആളിക്കത്തി നേപ്പാൾ. പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. പാർലമെന്റും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളും അടക്കം പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു. അതേസമയം സമാധാന ചർച്ചകളോട് പ്രക്ഷോഭകാരികൾ സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു. സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ ഉടലെടുത്ത പ്രക്ഷോഭം നേപ്പാൾ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും പടിയിറക്കത്തിലേക്ക് വഴിവെച്ചിട്ടും ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭകാരികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സർക്കാർ സ്ഥാപനങ്ങളുമെല്ലാം അഗ്നിക്കിരയാക്കി. നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകർ തകർത്തിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെയും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പിന്നാലെ വീടിനുള്ളിലുണ്ടായിരുന്ന ഗനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാക്കർ വെന്തുമരിച്ചു. പ്രതിഷേധങ്ങളിൽ 22 പേരാണ് ഇതുവരെ മരിച്ചത്. നേപ്പാളിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സൈന്യം സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ് പറഞ്ഞു. പ്രക്ഷോഭകാരികൾ സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജിവെച്ച മന്ത്രിമാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് സൈന്യം നടത്തുന്നത്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇതിനോടകം തന്നെ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടെന്നാണ് വിവരം. അതേസമയം ഒലിയുടെ പിൻഗാമിയായി ആരായിരിക്കും ഇടക്കാല പ്രധാനമന്ത്രിയാവുക എന്നത് ഒരു തന്ത്രപരമായ ചോദ്യമാണ്. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ കാഠ്മണ്ഡുവിന്റെ മേയറായ റാപ്പർ ബലേന്ദ്ര ഷാ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്നതും ഈ 35-കാരനെ തന്നെയാണ്. ഇതിനിടെ നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തി. നേപ്പാൾ അതിർത്തിയിൽ കർശന നിരീക്ഷണത്തിനും കേന്ദ്രം നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് അതിർത്തികളിൽ നിരീക്ഷണം നടത്തും. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നിരീക്ഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ കൂട്ടി. ബോട്ടിൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം തിരികെ ലഭിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം. എന്നാൽ പരിഷ്കാരത്തോട് വിയോജിക്കുകയാണ് ഭൂരിപക്ഷം ഉപഭോക്താക്കളും. ജീവനക്കാരും പരിഷ്കാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന നിലപാടിലാണ്. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം നൽകണം ഇന്നു മുതൽ. ആ പരിഷ്കാരം സംസ്ഥാനത്തെ 20 ബിവറേജസ് ഔട്ട്ലെറ്റ് കോർപ്പറേഷന്റെ 20 ഔട്ട്ലെറ്റുകളിലാണ് ഇന്നു മുതൽ നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തെ 10ഉം കണ്ണൂരിലെ 10ഉം ഒരു മാസം ഇതൊരു പൈലറ്റ് പ്രോജക്ട് ഇതിൽ നടപ്പാക്കും. അത് വിജയിച്ചാൽ മറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ബിവറേജസ് കോർപ്പറേഷന്റെ തീരുമാനം. പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് പറയുന്നത്. 20 രൂപ അധികം വാങ്ങും. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം വാങ്ങും. പിന്നീട് അത് തിരികെ അതേ ഔട്ട്ലെറ്റുകളിൽ കൊണ്ട് തിരികെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. അങ്ങനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ 20 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതിനോട് യോജിപ്പാണ്. എന്താണ് അഭിപ്രായം? നല്ല കാര്യമാണ്. ഈ കുപ്പി തിരിച്ചു കൊടുക്കുമോ? കൊടുക്കും. ഒരു വാക്ക് അവര് പറഞ്ഞെങ്കിൽ ഒരു ചാക്ക് കൊണ്ടുകൊടുത്ത അത്രയ്ക്ക് ഉണ്ടല്ലേ? പിന്നെ പഴയതില്ല, ഇന്നോട്ടേ ഉള്ളൂ. ഇന്നോട്ട് അപ്പൊ ഇന്നോട്ട് ഈ കപ്പിനെ കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്താ 20 രൂപ ഒന്നും ശരിയായ കാര്യമേ അല്ല. ഒരാളിപ്പോഴത്തെ വീട്ടിൽ ഒളിച്ചു പതിഞ്ഞായിരിക്കും ഒരു കുപ്പി വാങ്ങിക്കണത്. അവൻ ഇനി അവിടെ പോയി ഒളിച്ചു പതിക്കും കുടിച്ചിട്ട് കുപ്പിയും കൂടെ ഒളിച്ചു പതിക്കും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം. 20 രൂപയുടെ അല്ല, ഇതൊരു വലിയ ഇത് അറിയില്ല. അതുതന്നെയാണ്, അത്തരം പ്രതികരണം തന്നെയാണ് വരുന്നത്. ഇത് ന്യായമായ തീരുമാനമല്ല എന്ന പ്രതികരണമുണ്ട്. ചില ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ കുപ്പി തിരിച്ചു കൊടുക്കുമോ? കുപ്പി എന്തിനാണ് തിരിച്ചു കൊടുക്കണേ? തിരിച്ചു കൊടുത്താൽ 20 രൂപ കിട്ടും തന്നെ. അത് വീട്ടിൽ ഒരുപാട് കുപ്പി കിടക്കണം. ഇത് പറയുന്നത് കറക്റ്റാണ്. നല്ല കാര്യമാണ്. കുപ്പികൾ റോഡിൽ വലിച്ചെറിയില്ല ആരും. അവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ. അപ്പൊ 20 രൂപ കൂടുന്ന പ്രശ്നമില്ല. 20 രൂപ കൂടുന്നതിൽ പ്രശ്നമില്ല. മദ്യത്തിന് ഇനി എത്ര രൂപ കൂടിയിരുന്നാലും ആൾക്കാർ വരും, മദ്യം വാങ്ങും. തിരിച്ചു കൊണ്ട് കൊടുക്കുമോ? അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം എല്ലാ ജനങ്ങളും തിരിച്ചു കൊടുക്കും. ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം എന്റെ പൈസയല്ലേ പോയെ. എന്റെ 20 രൂപ പോയപ്പോഴത്തേക്ക് എനിക്കത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് തിരിച്ചു വാങ്ങണം. ആ പൈസ തിരിച്ചു വാങ്ങണമെങ്കിൽ ഞാൻ ആ സാധനത്തിന് സേഫ്റ്റി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ എത്ര കുപ്പിയാണ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള സീൽ വെച്ചിട്ടുള്ളത്, അത് എന്റെ കയ്യിൽ എത്ര കുപ്പിയുണ്ടോ അത്രയും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കാശ് മേടിക്കും. ഇതിപ്പം വാങ്ങിച്ചിട്ട് പോയൊരു കുപ്പിയായിട്ട് തിരിച്ചു വരത്തില്ല. അപ്പൊ അവർക്ക് അത്രയും കൂടെ ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാം. ആ ഒരു മാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോ അടുത്തത് സഞ്ചി തരാൻ പോവുകയാണ്. സഞ്ചി വരുമ്പോൾ അതിനും കൂടെ പൈസ കൊടുത്ത് വാങ്ങിച്ചോണം. അപ്പൊ അത്രയും കൂടെ പൈസ അവരുടെ ഖജനാവിലേക്ക് കയറും. പാവപ്പെട്ടവര് ഒരു ക്വാർട്ടർ അടിക്കാൻ വരുന്നവർക്ക്
ചിലപ്പോൾ ആ പൈസ കാണുള്ളൂ, വാങ്ങിക്കാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. നല്ല തീരുമാനമല്ല. അല്ലല്ല, വളരെ മോശമായ തീരുമാനമാണ്. പെട്ടെന്ന് അങ്ങനെ സ്വാഗതം ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഗവൺമെന്റ് ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതായതുകൊണ്ട് ജീവനക്കാർ അതിനോടൊപ്പം നിന്നു കൊടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ 20 രൂപ നമ്മളെ ബില്ലിലൂടെ അല്ലാതെ വരുന്ന എമൗണ്ട് ആയതുകൊണ്ട് പല വിധത്തിലുള്ള തർക്കങ്ങളും പ്രയാസങ്ങളും തുടക്കത്തിൽ നല്ല രീതിയിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ് രാവിലെ തന്നെ ഒത്തിരി വഴക്കുകളും തർക്കങ്ങളും നടന്നു. പക്ഷെ നമുക്കവരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചെടുക്കുന്നതിൽ പ്രയാസമുണ്ടാവും. മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇനി മുതൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ, മദ്യക്കുപ്പികളിൽ ഒരു ഹോളോഗ്രാം പതിക്കും. അതിനായുള്ള ഹോളോഗ്രാം സ്റ്റിക്കറൊക്കെ ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇത് ഇരട്ടി ജോലിയാണെന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ആൾ മദ്യം വാങ്ങാൻ എത്തുമ്പോഴും ഈ റോളിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്ത് ആ കുപ്പിയിൽ ഒട്ടിക്കണം. ആ കുപ്പിയിൽ പതിച്ച ശേഷം മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ കഴിയൂ. 20 രൂപ അധികം വാങ്ങുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അത്തരമൊരു രീതിയുള്ളത്. ഇങ്ങനെ ഈ സ്റ്റിക്കറുകൾ 20 രൂപ എന്ന് എഴുതിയ സ്റ്റിക്കർ എടുത്ത്, ഹോളോഗ്രാം അടങ്ങിയ സ്റ്റിക്കർ എടുത്ത് ഇങ്ങനെ കുപ്പിയിൽ പതിച്ചു കൊടുക്കണം. വലിയ തിരക്കൊക്കെ വരുമ്പോൾ എങ്ങനെ ഇത് കൊടുക്കുമെന്ന ചോദ്യമാണ് ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ പൊതുവിൽ ഉന്നയിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം, പലപ്പോഴും വലിയ ക്യൂ ഈ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ ഒട്ടിക്കുക അത്ര എളുപ്പമല്ല. തിരക്കില്ലാത്ത സമയത്ത് സ്വാഭാവികമായും ഇത് ഒട്ടിച്ചു പോകാനുള്ള സമയം ജീവനക്കാർക്ക് കിട്ടും. തിരക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടാകും. ഇതേ രീതിയിൽ ഇതേ ഔട്ട്ലെറ്റിലേക്ക് തന്നെ തിരികെ വന്ന് ഇത് വാങ്ങണം, കുപ്പി തിരിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രം 20 രൂപ കിട്ടൂ എന്നുള്ളത് കൂടിയാണ് ആളുകൾക്ക് പലപ്പോഴും പ്രയാസമുണ്ടാക്കുന്നത്. വലിയ എതിർപ്പുകളും ഒക്കെ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലൊരു പദ്ധതിയാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രം കണ്ടറിയാം. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് വെള്ളയിൽ 40-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ്. ഈ മാസം 6-നാണ് തോണിച്ചാൽ സ്വദേശി അസീം മരിച്ചത്. മരണത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെയാണ് ഖബർ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. സത്യം പുറത്തുവരണമെന്ന് അസീമിന്റെ കുടുംബം പ്രതികരിച്ചു. തിരുവോണ ദിവസമായ 5-ന് വൈകുന്നേരമാണ് സുഹൃത്ത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ അസീമിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിനുശേഷം രാത്രി മുഴുവൻ ഉറങ്ങിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഉറക്കമുണരാതെ വന്നതോടുകൂടി കുടുംബം അസീമുമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായത്. തലച്ചോറിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഈ ശസ്ത്രക്രിയ അടക്കം നടത്തുന്നതിന് മുന്നോടിയായി CT സ്കാൻ എടുത്തപ്പോഴും തലച്ചോറിൽ രക്തം കെട്ടി നിൽക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മരണശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കിയാണ് കുടുംബത്തിന് ഈ മൃതദേഹം കൈമാറിയത്. വീട്ടിലെത്തിയ ശേഷം അധികം വൈകാതെ സംസ്കാരത്തിന്റെ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് കുടുംബത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നത്. പ്രത്യേകിച്ചും അസീമിന്റെ കാലിലും നെഞ്ചിലും തലയിലുമൊക്കെയായി ചില പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സംശയം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ഞിന്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നു. പിന്നെ വലത്തെ കൈയിന്റെ മസിലിന്റെ അവിടെ ഒരു ചുവന്ന അടയാളം, മുഖത്ത് 2 പാടും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ? അങ്ങനെയാണ് പോലീസിന് കേസ് എടുത്തത്. പിന്നെ തലയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഈ ആശുപത്രി ചെന്ന ശേഷം എങ്ങനെയായിരുന്നു ഉപ്പയുടെ അവസ്ഥ? കണ്ണ് തുറക്കണില്ല, സംസാരിക്കണമില്ല, ശ്വാസം വലിക്കണുണ്ട്, കൈ പൊക്കണുണ്ട്, അത്ര പറ്റണുള്ളൂ. സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണ്. സർജറിക്ക് ഒരുക്കം എടുത്തിട്ട് മുടി ഷേവ് ചെയ്യണതിന്റെ ഇടക്കാണ് റെഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകണത്. സ്ട്രക്ചറിൽ തന്നെ സ്പീഡിൽ കൊണ്ടുപോയി. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഷോക്കായിട്ടിരുന്ന് അങ്ങനെ തന്നെ ഇരുന്ന്. ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും ഈ ചില പ്രശ്നങ്ങൾ ഈ മദ്യപിക്കാൻ പോയ ഇടങ്ങളിൽ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ഉണ്ടായതായി കുടുംബത്തിന് സംശയമുണ്ടായി. ഇതേ തുടർന്നാണ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകുകയും മൃതദേഹം ഖബർസ്ഥാനിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പരിശോധന നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിരിക്കുകയാണ്. ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൈക്കൊള്ളുന്നതിനാണ് പോലീസ് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. ആരുടെ കൂടെയാണ് മദ്യപിക്കാനായി പോയത്, മദ്യപിച്ച ശേഷം പിന്നീട് എന്താണ് സംഭവങ്ങളുണ്ടായത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് കാര്യങ്ങളൊക്കെ ആവും ഇനി പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാവും അന്വേഷണം പുരോഗമിക്കുക. എന്തായാലും ഈ മർദ്ദനത്തിൽ ആണ് മരണമടഞ്ഞത് എന്നതടക്കമുള്ള ആരോപണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്.
MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മുത്തൂറ്റ് 300 കോടി രൂപയുടെ കടപ്പത്രം ഇഷ്യൂവിന് മികച്ച പ്രതികരണം. അവസാന ദിനത്തിൽ ആകെ ഇഷ്യൂവിന്റെ 2 മടങ്ങിലധികം അപേക്ഷകളാണ് ലഭിച്ചത്. 2025 ഓഗസ്റ്റ് 18-നാണ് കടപ്പത്ര വിതരണം ആരംഭിച്ചത്. 9% മുതൽ 10.50% വരെയുള്ള കൂപ്പൺ നിരക്കുകളും 18, 24, 36, 60 മാസ കാലാവധികളുമാണ് ഉള്ളത്. ICRAയുടെ സ്റ്റേബിൾ റേറ്റിംഗ് ഈ ഇഷ്യൂവിനുണ്ട്. സ്ഥാപനത്തിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസമാണ് ദൃശ്യമാകുന്നതെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു.